പ്രിയ കൂട്ടുകാരെ, നാം നിത്യവും ചെയ്യുന്ന വുളൂഇൽ ധാരാളം സുന്നത്തായ കാര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. നമ്മിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നവയാണ് അവ. അവയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ഹദീസുകളിൽ കാണാം, ഒരാൾ വുളൂ എടുത്തു, ഫഅഹ്സനൽ വുളൂഅ, വുളൂഇനവൻ നന്നാക്കിയെടുത്തു. അത്തരത്തിലുള്ള വുളൂ ചെയ്തവർക്ക് വലിയ പ്രതിഫലം ഉള്ളതായി കാണാം. അപ്പോൾ എങ്ങനെയാണ് വുളൂഇനെ നന്നാക്കിയെടുക്കുക? പൂർണ്ണമായ വുളൂ എങ്ങനെ സാധ്യമാകും? ഏതാണ്ട് 50-ലേറെ 70ഓളം സുന്നത്തുകൾ വുളൂയിൽ തന്നെ കടന്നു വരുന്നുണ്ട്. മുൻകൈ കഴുകുമ്പോൾ തന്നെ ഏതാണ്ട് 14ഓളം സുന്നത്തുകൾ തന്നെ വരുന്നുണ്ട്. ആദ്യം ഖിബിലയിലേക്ക് മുന്നിടൽ സുന്നത്താണ്. വുളൂഇൻ്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക, അത് പറയുക. 2 മുൻകൈ കഴുകുക, അഊദു ചൊല്ലുക, ബിസ്മി ചൊല്ലുക, ഷഹാദത്ത് കലിമ ചൊല്ലുക, അൽഹംദുലില്ലാ ചൊല്ലുക. മേൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ 3 പ്രാവശ്യം ചൊല്ലുക. അപ്പോൾ തന്നെ 14ഓളം സുന്നത്തുകൾ അവിടെ വന്നു. ഈ സുന്നത്തുകളെല്ലാം നമുക്ക് നേടാൻ മുൻകൈ കഴുകുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ എന്ന് പറഞ്ഞാൽ കിട്ടും. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഖിബിലയിലേക്ക് മുന്നിട്ട് മുൻകൈ കഴുകി തുടങ്ങുക. നിയത്ത് വെച്ച് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തുഹൂറാ. ഇത് 3 പ്രാവശ്യം ചൊല്ലുക. ഇത്രയും കഴിഞ്ഞാൽ അടുത്തത് മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് വുളൂഇൻ്റെ മുമ്പും ചെയ്യാം, മുൻകൈ കഴുകിയ ശേഷവും ചെയ്യാം. മിസ്വാക്ക് ചെയ്യുന്നതിന് മുമ്പ് പല്ലിൽ കുത്തൽ സുന്നത്തുണ്ട്. മിസ്വാക്കിന് ശേഷവും പല്ലിൽ കുത്തൽ സുന്നത്തുണ്ട്. പിന്നെ വായിൽ വെള്ളം കൊപ്പിളിക്കുക, മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക, അത് സുന്നത്താണ്. വുളൂഇൻ്റെ ഫർള് ഞാൻ വീട്ടുന്നു എന്ന് കരുതി പറയുക. വുളൂഇൻ്റെ ഫർളിനെ വീട്ടുക എന്ന് കരുതൽ നിർബന്ധമാണ്, അത് പറയൽ സുന്നത്താണ്. മുഖം കഴുകാൻ വേണ്ടി 2 കൈകൊണ്ടും വുളൂഇൻ്റെ വെള്ളം എടുക്കുക. മുഖം കഴുകാൻ വേണ്ടി എന്ത് ചെയ്യുക? 2 കൈ ഉപയോഗിച്ച് വെള്ളം എടുക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. മേൽ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ 3 പ്രാവശ്യം ചെയ്യുക. മിസ്വാക്ക് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലത്തെ കൈ കൊണ്ട് പിടിക്കുക, ബ്രഷ് കഴുകുക. ആദ്യം വലതുഭാഗത്തെ പല്ലുകൾ വൃത്തിയാക്കുക, ശേഷം ഇടതുഭാഗത്തെ പല്ലുകൾ വൃത്തിയാക്കുക. മുഖം കഴുകുമ്പോൾ പല ആളുകളും വെള്ളം കൊണ്ട് മുഖത്തേക്ക് അടിക്കാറുണ്ട്. അത് പാടില്ല. മറിച്ച് മുഖത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് ഒലിപ്പിക്കുകയാണ് വേണ്ടത്. മുഖത്തേക്ക് വെള്ളം അടിക്കാതിരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതേപോലെ മുഖം കഴുകുമ്പോൾ ഷഹാദ ചൊല്ലുക. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന് 3 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. മുഖം കഴുകുമ്പോൾ മുകൾ ഭാഗത്ത് നിന്നാണ് തുടങ്ങേണ്ടത്. മുഖത്തേക്ക് അടിക്കാൻ പാടില്ല. പിന്നെ മുഖം ഉരച്ച് കഴുകൽ സുന്നത്തുണ്ട്. മുഖം നീട്ടി കഴുകുക, അഥവാ മുഖത്തിൻ്റെ അതിർത്തിയിൽ നിന്നും മുകളിലോട്ടും താഴോട്ടും സൈഡിലേക്കുമെല്ലാം നീട്ടി കഴുകുക. തലയുടെ അല്പം കഴുകുക. അതേപോലെ ചെവി കഴുകുക, ചെവിയിൽ നിന്നും അല്പം കഴുകുക. അതേപോലെ കഴുത്തിൻ്റെ 2 സൈഡുകൾ കഴുകുക. ഇതൊക്കെ മുഖം നീട്ടി കഴുകുന്നതിൽ പെട്ടതാണ്. അതുപോലെ ചൂണ്ടുവിരലിൻ്റെ ഭാഗം കൊണ്ട് കണ്ണിൻ്റെ പീളക്കുഴിയും വാൽക്കണ്ണും, അഥവാ കണ്ണിൻ്റെ 2 ഭാഗങ്ങൾ സൂക്ഷിച്ച് കഴുകുക. താടിയുള്ളവരാണെങ്കിൽ തിങ്ങിയ താടി തിക്കകറ്റുക. അതേപോലെ താടിയുടെ തിക്കകറ്റാൻ
സെപ്പറേറ്റ് പ്രത്യേകം വെള്ളം വലത് കൈ കൊണ്ടെടുത്ത് താടിയുടെ അടിഭാഗത്ത് നിന്നും വിരലുകളെ കൊണ്ട് തിക്കകറ്റുക. അത് പ്രത്യേകം സുന്നത്താണ്. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ 3 പ്രാവശ്യം ചെയ്യുക. ഈ വീഡിയോയിൽ കാണും പോലെ മുഖം നീട്ടി കഴുകുക. അതേപോലെ കണ്ണ്, പീളക്കുഴി, വാൽക്കണ്ണ് സൂക്ഷിച്ച് കഴുകുക. കൈ കഴുകുമ്പോൾ വിരലുകളിൽ നിന്നാണ് കഴുകൽ തുടങ്ങേണ്ടത്. വിരലുകളിൽ നിന്നും മുട്ടിലേക്കാണ് കഴുകൽ തുടങ്ങൽ സുന്നത്ത്. അതേപോലെ തോളം കഴി മുഴുവൻ കഴുകൽ പ്രത്യേകം സുന്നത്താണ്. മുട്ടിലെ ചുളിഞ്ഞ ഭാഗങ്ങൾ, കൈമുട്ടിലെ ചുളിഞ്ഞ ഭാഗങ്ങൾ സൂക്ഷിച്ച് കഴുകുക. ഉരച്ച് കഴുകുക. അതേപോലെ വിരലുകൾ പരസ്പരം കോർത്ത് കഴുകുക. പിന്നെ കൈ കഴുകുമ്പോഴും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇത് 3 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. മാത്രമല്ല ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും 3 പ്രാവശ്യം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ വീഡിയോയിൽ കാണും പോലെ ആദ്യം വലത്തെ കൈയാണ് കഴുകേണ്ടത്, അതാണ് സുന്നത്ത്. അതേപോലെ കൈകൾ പരസ്പരം ഉരച്ച് കഴുകണം. കൈവിരലുകൾ കോർത്ത് കഴുകണം. അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. തോളം കൈ പരമാവധി നമ്മൾ നീട്ടി കഴുകുക, അത് പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. പിന്നെയാണ് ഇടത്തെ കൈ കഴുകേണ്ടത്. അപ്പോൾ ആദ്യം വലത്തേത് പിന്നെ ഇടത്തേത് കഴുകലാണ് സുന്നത്ത്. നാം പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കുക. അടുത്ത സുന്നത്താണ് തല മുഴുവൻ തടവുക. തല അല്പം തടവൽ നിർബന്ധമാണ്, മുഴുവൻ തടവലാണ് സുന്നത്ത്. പിന്നെ 2 ചെവികൾ ഒന്നിച്ച് മുഴുവൻ തടവുക, അതും പ്രത്യേകം സുന്നത്താണ്. അതേപോലെ ഇവയെല്ലാം പറയപ്പെട്ടവയെല്ലാം 3 പ്രാവശ്യം ചെയ്യുക. കാല് കഴുകുമ്പോൾ വിരലുകളിൽ നിന്നുമാണ് തുടങ്ങേണ്ടത് കേട്ടോ. വിരലുകളിൽ നിന്നും തുടങ്ങിയിട്ട് തണ്ടങ്കാലിലേക്ക് വെള്ളം ഒഴിക്കണം, അതാണ് സുന്നത്ത്. അതേപോലെ മടമ്പ് പോലത്തെ ചുളിഞ്ഞ ഭാഗങ്ങൾ സൂക്ഷിച്ച് കഴുകുക. കാല് ഉരച്ച് കഴുകുക. വലതുകാൽ ആദ്യം കഴുകുക. തണ്ടങ്കാൽ മുഴുവൻ കഴുകുക. മേൽ പറയപ്പെട്ടവയെല്ലാം 3 പ്രാവശ്യം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. തള്ളവിരൽ ചെന്നിയിൽ വെച്ച് വീഡിയോയിൽ കാണും പോലെ തല അങ്ങോട്ടും ഇങ്ങോട്ടും തടവുക. ചെവി തടവേണ്ടത് ചൂണ്ടുവിരൽ ചെവിക്കുള്ളിൽ വെച്ച് ചുഴറ്റി ഉള്ളും പുറവും തടവുക, അതാണ് പൂർണ്ണമായ രൂപം. കാലുകൾ കഴുകുമ്പോൾ ആദ്യം വലത്തേ കാലാണ് കഴുകേണ്ടത്. ഇടത്തെ കൈകൊണ്ടാണ് കഴുകേണ്ടത്. വിരലുകൾക്കിടയിൽ കഴുകുമ്പോൾ വീഡിയോയിൽ കാണും പോലെ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ കൊണ്ടാണ് കഴുകേണ്ടത്. വലത്തെ കാലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. വുളൂഇൻ്റെ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ തുടരെ കഴുകൽ പ്രത്യേകം സുന്നത്താണ്. 2 അവയവങ്ങൾക്കിടയിൽ ഇടവേള പാടില്ല. ഇടത് കൈ കൊണ്ടാണ് കഴുകേണ്ടത്. ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് വലത്തെ കാലിലെ ചെറുവിരലിൽ നിന്നും തിക്കകറ്റാൻ തുടങ്ങി ഇടത്തെ കാലിലെ ചെറുവിരലിൽ അവസാനിപ്പിക്കുക. ഇതാണ് സുന്നത്തായ രൂപം. ആ വീഡിയോയിൽ കാണുന്ന പോലെ കാല് കഴുകുമ്പോൾ ഷഹാദ ചൊല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ചൊല്ലിക്കൊണ്ടിരിക്കുക. വുളൂഇന് ശേഷം വുളൂ എടുത്ത വെള്ളത്തിൽ നിന്നും അല്പം കുടിക്കൽ സുന്നത്തുണ്ട്. ശേഷം ദുആ ചെയ്യുക. ആ ദുആ ശേഷം പറയുന്നുണ്ട്. അതേപോലെ സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന സൂറത്ത് 3 പ്രാവശ്യം മുതൽ പ്രത്യേകം സുന്നത്തുണ്ട്. ദുആവും സൂറത്തും ഓതുമ്പോൾ ഈ ഫോട്ടോയിൽ കാണും പോലെ കൈയും കണ്ണും മുകളിലേക്ക് ഉയർത്തിയിരിക്കണം. ഈ കാണുന്നതാണ് ആ ദുആ. ഈ ദുആ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്നും ഇവൻ്റെ പ്രതിഫലം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദികസ് സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.
ഇതാണ് ദുആ. ശേഷം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന സൂറത്ത് 3 പ്രാവശ്യം ഓതി 2 റക്അത്ത് നിസ്കരിക്കുക. വുളൂഇൻ്റെ 2 റക്അത്ത് നിസ്കരിക്കുക. വുളൂ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒഴിവാക്കൽ പ്രത്യേകം സുന്നത്തായിട്ട് പറയുന്നുണ്ട്. തെറിക്കുന്ന സ്ഥലം, വെള്ളം തെറിക്കുന്ന സ്ഥലത്ത് വെച്ച് വുളൂ എടുക്കാതിരിക്കലാണ് സുന്നത്ത്, പ്രത്യേകം സുന്നത്തായി പറയുന്നുണ്ട്. അതേപോലെ കാരണം കൂടാതെ മറ്റൊരാളോട് സഹായം തേടുക, വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുക, കപ്പ് എടുക്കാൻ ആവശ്യപ്പെടുക തുടങ്ങിയ സഹായം തേടൽ ഒഴിവാക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതേപോലെ അമിതമായിട്ടുള്ള വെള്ളം ഉപയോഗം ഒഴിവാക്കണം. അമിതമായ വെള്ളത്തിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അമിതമായി ചെയ്യൽ ഒഴിവാക്കലാണ് സുന്നത്ത്. പിന്നെ വുളൂഇൻ്റെ സമയത്ത് ആവശ്യമില്ലാതെ സംസാരം ഒഴിവാക്കുക, സംസാരിക്കാതിരിക്കലാണ് സുന്നത്ത്. പിന്നെ വുളൂ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈയും കാലും കുടയാതിരിക്കുക. അത് കാരണം വുളൂഇൻ്റെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ കുടയാൻ പാടില്ല, അതേപോലെ തോർത്താനും പാടില്ല. പിന്നെ ഇത്തരം സുന്നത്തായ കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിച്ച് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യം സുന്നത്താണ് എന്നൊരു ശ്രദ്ധ, എന്നൊരു ഓർമ്മ, എന്നൊരു ഫീലിംഗ് നമുക്ക് വേണം. അതും പ്രത്യേകം സുന്നത്തുണ്ട്. ഇപ്പം 50 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ നമ്പർ ഇട്ടതെങ്കിലും 50-ലേറെ എത്രയോ കാര്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കാരണം ഓരോ കാര്യത്തിലും 3 പ്രാവശ്യം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. അതേപോലെ ഓരോ സുന്നത്തായ കാര്യം ചെയ്യുമ്പോഴും അവിടെ നമ്മൾ മനസ്സിൽ ആ നിയ്യത്ത് കൊണ്ടുവരൽ പ്രത്യേകം സുന്നത്തുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 70-ലേറെ ഏതാണ്ട് 100-ൻ്റെ അടുത്ത് സുന്നത്തുകൾ തന്നെ നമുക്ക് വുളൂഇലൂടെ നേടാൻ കഴിയും. പ്രത്യേകിച്ച് പരിശുദ്ധമായ റമദാനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു ഫർദിൻ്റെ കൂലിയാണ് കിട്ടുക. നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.